السلام عليكم ورحمة الله. كيف حالكم؟ بخير والحمد لله. നമുക്ക് ഇനി 4-ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ 3-ാമത്തേത് കഴിഞ്ഞു. ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ആ യൂണിറ്റിൽ ചർച്ച ചെയ്തത്. ഇനി അടുത്തത് 3-ാമത്തെ യൂണിറ്റ്. സോ last unit we had discussed about the internet. Now let's go through the 4th one. It's al-muhakama. Al-muhakama means the ruling procedures or proceedings. Okay, rulings or judgment. Okay, അപ്പോൾ al-muhakama എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് അല്ലെ വിധി തീർപ്പ് എന്നൊക്കെ പറയാം. കോടതിയിലോ അതല്ലാത്ത ഒക്കെ ആണെങ്കിലും മുഹാക്കമ വിധി തീർപ്പ്, ന്യായാധിപത്യം എന്നൊക്കെ നമുക്ക് പറയാം, ന്യായതീർപ്പ് എന്നൊക്കെ. അപ്പോൾ അതിൽ 1-ാമത്തെ പാഠം അൽ ഖാദി അസ്സഗീർ എന്നുള്ളതാണ്. ഓക്കെ, അതിൽ 1-ാമത്തെ പാഠം അൽ ഖാദി അസ്സഗീർ. അൽ ഖാദി അസ്സഗീർ, എ സ്മോൾ ജഡ്ജ്. ഓക്കെ, ചെറിയ ഖാദി, ഓക്കെ, ചെറിയ ന്യായാധിപൻ. അപ്പോൾ ഇതൊരു കഥയാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അറാദ താജിറുൻ ഫിൽ അസറിൽ അബ്ബാസി അയസൂറ ബൽദതൻ ബഈദതൻ. أراد تاجر في العصر العباسي أن يزور بلدة بعيدة، وكانت له جرة فيها نقود ذهبية، فخاف عليها أن تسرق، فعزم التاجر على إيداعها عند جار، لكنه أخذ شيئا من الذهب من أعلى الجرة مخافة من الشر، ووضع مكانه زيتونا، وذهب بها إلى جاره وقال: أريد رحلة، هذه جرة فيها زيتون تبقى عندك حتى أعود. So let's look at the first paragraph. Let's analyze. 1-ാമത്തെ പാരഗ്രാഫ് നോക്കാം. അറാദ താജിറുൻ ഫിൽ അസറിൽ അബ്ബാസി. Okay, so this particular story is about a man, okay, a person. Tajir means a businessman. ഓക്കെ, ഒരു കച്ചവടക്കാരനെ കുറിച്ചാണ് പറയുന്നത്. അറാദ താജിറുൻ ഫിൽ അസറിൽ അബ്ബാസി. അബ്ബാസി കാലത്തുണ്ടായ ഒരു കച്ചവടക്കാരൻ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഉദ്ദേശിച്ചു, എന്തോന്ന് തീരുമാനിച്ചു. അയ്യസൂറ ബൽദതൻ ബഈദതൻ. അയ്യസൂറ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. സാറ യസൂറു എന്നാണ് അതിൻ്റെ ഫിഅൽ വരിക. അൻ വന്നതുകൊണ്ട് അവിടെ ഐ യസൂറ എന്ന്, അൻ യസൂറ, അതായത് വായിക്കുമ്പോൾ ഐ യസൂറ എന്നാണ് വായിക്കുക. അപ്പോൾ അദ്ദേഹം ബൽദതൻ ബഈദതൻ, അകലെയുള്ള നാട് അല്ലെ, ദൂരെയുള്ള നാട്, വിദൂരത്തുള്ള നാട് സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. സോ ദിസ് ബിസിനസ്മാൻ intended, so he wished to visit. ഐ യസൂറ, സാറ യസൂറു means visiting, visit. ഐ യസൂറ means to visit. ബൽദതൻ ബഈദതൻ, the countries which are far away. Okay, far countries. Okay, the country which is far away from his own country. So he wished, or he intended. وكانت له جرة. അദ്ദേഹത്തിനൊരു മൺകുടമുണ്ടായിരുന്നു. സോ വകാനത്ത് ലഹു, he had a pot. فيها نقود ذهبية.
it contains, that particular pot contains, fiha, in it, there are nuqud. Naqd plural, nuqud means coins. Naqd plural, nuqud coins. Dhahabiyatun, golden coins. Okay, or gold coins. അതിൽ എന്തുണ്ടായിരുന്നു? നുഖൂദ്. നഖദിൻ്റെ ജമാണ് നുഖൂദ്. ദഹബിയ അല്ലേ, സ്വർണം കൊണ്ടുള്ള നാണയങ്ങൾ. ഓക്കെ, സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് അതിലുണ്ടായിരുന്നു ആ മൺകുടത്തിൽ. ഫഖാഫ അലൈഹ അൻ തുസ്റഖ്. സോ he was scared of being stolen. Okay, he was scared of being stolen. He was scared of the nuqud means the coins being stolen. എന്താണ്? ഫഖാഫ്, അദ്ദേഹം ഭയപ്പെട്ടു, അലൈഹ അല്ലേ, ആ മൺകുടം, അൻ തുസ്റഖ, അത് മോഷ്ടിക്കപ്പെടും എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതാണ് പറയുന്നത്. ഫഅസമ താജിറു അല ഈദാഇഹ ഇൻദ ജാരിൻ. ഫഅസമ, so he decided means the tajir, the businessman decided ala ida'iha, to deposit. Ida'a means awda'a, deposited. Ida'a means it's noun form. Okay, ida'a means depositing. So he decided to deposit that particular pot or that gold coins in the jarin. In the jarin means where to deposit? In his neighbor. Okay, in his house. Okay, so he decided to deposit that particular pot full of gold coins in his jar. Jar means neighbor. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ല, അദ്ദേഹം ദൂരെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഈദാ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുക. അത് തൻ്റെ ജാറ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയൽവാസിയുടെ അടുക്കൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. ലക്കിന്നഹു അഖദ ശൈഅൻ മിന ദഹബ്. ഓക്കെ, but he akhadha shay'an, he took something. Okay, he took shay'an min al-dhahab, he took a piece of gold coin or just a coin, min a'la al-jarra, from the top of the pot. So he took a coin from the top of the pot. Okay, the pot was full of coins, so he just took a coin from the top of the pot. Makhafatan min ash-sharr. Okay, because he was scared of the evilness. Okay, so he believed in in evilness, so he was scared of the evilness. So for that particular purpose he just took from the top of the pot. Okay, he just took a coin from the top of the pot. അപ്പോൾ എന്താണ്? മഖാഫത്തൻ മിന ശർറ് അല്ല, എന്തെങ്കിലും ദോഷം വരും എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലാക്കിന്നഹു, എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. ലാക്കിന്നഹു, പക്ഷെ എന്നാൽ അഖദ ഷൈഅൻ മിനൽ ദഹബ്, അദ്ദേഹം ആ സ്വർണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്തു? മിൻ അഅലൽ ജറ അല്ലേ, കുടത്തിൻ്റെ അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു? ഒരു നാണയം, സ്വർണ്ണ നാണയം അദ്ദേഹം എന്ത് ചെയ്തു? എടുത്ത് മാറ്റി വെച്ചു. എന്താ? മഖാഫത്ത് മിന ശർറ്, എന്തെങ്കിലും ദോഷം സംഭവിക്കണ്ട എന്ന് കരുതി എന്ത് ചെയ്യും? അത് എടുത്തു വെച്ചു അല്ലേ. ഈ ശകുനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുക. സോ വവദഅ മകാനഹു സൈതൂനൻ. So once he took a gold coin, he just kept. Okay, he kept makanahu, at that place. Okay, he took from the top of the pot, but at that place he kept zaytunan, an olive. Okay, an olive. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു നാണയം അദ്ദേഹം എടുത്തു. അപ്പോൾ അതിന് പകരമായിട്ട് അദ്ദേഹം വെച്ചു മക്കാനഹു, ആ സ്വർണ്ണ നാണയത്തിന് പകരമായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് അദ്ദേഹം വെച്ചു സൈത്തൂനൻ, ഒരു ഒലീവ് അദ്ദേഹം വെച്ചു, ഒലീവിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ചെടിയുടെ കഷ്ണം. വദഹബ ബിഹ ഇല ജാരിഹി വഖാല. So he just went with it. Okay, he just went to his neighbor with that particular pot. Okay, അദ്ദേഹം ആ
കുടം, ആ മൺകുടം. സോ അദ്ദേഹം ഈ മൺകുടം എങ്ങോട്ട് കൊണ്ടുപോയി? അദ്ദേഹത്തിൻ്റെ ജാറ് അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വഖാല, ദെൻ ഹി സെഡ് ഉരീദു റിഹ്ലതൻ ഹാദിഹി ജറത്തുൻ ഫിഹാ സൈത്തൂനുൻ തബഖ ഇൻദക ഹത്താ അഊദ്. So he told, waqala, he told, uridu rihlatan. So I wish to, I means I'm on a journey, or I would like to have a journey. And hadihi jarratun, this is a pot. Fiha zaytunun, there is zaytun, olive in this pot. Tabqa indaka hatta aud. So please keep it that. Oh, tabqa, let it be there. Indaka, with you. Hatta aud, till or until I come back. Okay, please keep it with you, this pot full of olive. So he told his neighbor that it's full of olive. Okay, so please keep it with you until I come back. അപ്പോൾ അദ്ദേഹം ഈ മൺകുടമായിട്ട് എവിടെ പോയി? തൻ്റെ അയൽവാസിയുടെ അടുക്കിലേക്ക് പോയിട്ട്. എന്നിട്ട് വഖാല, അദ്ദേഹം പറഞ്ഞു, ഉരീദു റിഹ്ലതൻ, ഞാനൊരു യാത്ര പോവാണ്, അല്ലെങ്കിൽ യാത്ര ഉദ്ദേശിച്ച് പോവാണ്. ഹാദിഹി ജറത്തുൻ, ഇതൊരു മൺകുടമാണ്. ഫിഹാ സെയ്ത്തൂനുൻ, ഇതിലെന്തുണ്ട്? സെയ്ത്തൂൻ, ഒലീവ് ഉണ്ട്. തബഖ ഇൻദക, അപ്പോൾ അത് നിൽക്കട്ടെ, അത് എന്താണ്? തൽക്കാലം അതെന്താണ്? താങ്കളുടെ അടുക്കൽ നിൽക്കട്ടെ, ബാക്കിയാവട്ടെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ അടുക്കൽ വെക്കാണ്. ഇൻദക ഹത്ത ഊദ, ഞാൻ മടങ്ങുന്നവരെ താങ്കളുടെ അടുക്കൽ സൂക്ഷിക്കണം എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. സോ നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നോക്കുക. ഇസ്തഗ്റഖത് റിഹ്ലതു മുദ്ദത ശുഹൂറിൻ ലിദ്ദഹാബി വൽ ഇയാബി. ഇസ്തഗ്റഖത് റിഹ്ലതു, ഇസ്തഗ്റഖത് റിഹ്ലതു, അതായത് ആ യാത്ര, അല്ല റിഹ്ലത്ത്, ആ യാത്ര എന്ത് ചെയ്തു? ഇസ്തഗ്റഖത്, അത് മുഴുകി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? മുദ്ദത ശുഹൂറിൻ, ഒരു മാസത്തോളം ആ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ചിലവഴിച്ചു. അല്ലെ, ഇസ്തഗ്റ എന്ന് പറഞ്ഞാൽ ഫുൾ എൻഗേജ്ഡ് ആവുക, ഒരു കാര്യത്തിൽ മുഴുകുക. അപ്പോൾ ഇസ്തഗ്റഖത്ത് റിഹ്ലത്തു, ആ യാത്ര എന്താണ്? ഫുൾ മുഴുകിപ്പോയി, എന്താണ്? അല്ലെങ്കിൽ എത്രയും സമയമെടുത്തു, എത്രയാണ്? മുദ്ദത ശുഹൂർ, മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആ കാലയളവ്, ഡ്യൂറേഷൻ. ഷുഹൂർ, അല്ലെ, മാസങ്ങളോളം സമയമെടുത്തു. ലിദ്ദഹാബി, പോകാനും, വൽ ഇയാബ്, തിരിച്ച് മടങ്ങി വരാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങൾ ആ യാത്ര നീണ്ടു നിന്നു. ഓക്കെ, സോ നെക്സ്റ്റ് പാര. ഇസ്തഗ്റഖത് റിഹ്ലതു മുദ്ദത ശുഹൂറിൻ ലിദ്ദഹാബി വൽ ഇയാബ്. So this particular journey takes, okay, it took, okay, istaghraqa means to engage it, okay, so he was engaged in the journey muddat shuhur, duration, a span of months. Okay, shahr means month, മാസം, shuhur months, മാസങ്ങൾ. അപ്പോൾ മാസങ്ങളോ. So it took few months lidhahab, okay, to go, wal iyab, and to come back, okay, for the departure and the arrival. Dhata yawmin, once or one day, istahat zawjatul jar zaytunan. Dhata yawm, one day, istahat, istaha means, okay, to like, okay, liked. Istahat zawjatul jar, so the his wife means wife of the neighbor. Okay, wife of the neighbor, istahad, she liked, okay, so she wanted zaytunan, she wanted an olive. അപ്പോൾ ആ ഒരു ദിവസം, അതായത് ഒരു ദിവസം ഇസ്തഹത്ത്, ഇസ്തഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എന്താണ്? ഇഷ്ടപ്പെട്ടു. ഇസ്ത എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, കൊതിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇസ്തഹത് സൗജത്തുൽ ജാർ, ഈ അയൽവാസിയുടെ ഭാര്യ സെയ്ത്തൂനൻ, ഒലീവ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ താല്പര്യം തോന്നിയ ആവശ്യമുണ്ടായിരുന്നു. കാനത്ത് ഹാമിലൻ, ബിക്കോസ് ഷീ വാസ് ഹാമിൽ, പ്രഗ്നൻറ്റ്. ഓക്കെ, അവർ എന്തായിരുന്നു? ഗർഭിണിയായിരുന്നു ആ സ്ത്രീ. ഫതഫക്കറ അൽ ജാറു ഫിൽ ജറ. സോ ഓക്കെ, വൺസ് ഷീ വാണ്ടഡ് this what you call olive, so he tafakkara, so he thought about al-jar, the pot. Okay, so he thought about the pot which was given by his neighbor. Okay, that's businessman. അപ്പോൾ
ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ആവശ്യം വന്നപ്പോഴാണ് ഈ അയൽവാസി എന്ത് ചെയ്തത്, അദ്ദേഹം ആ മൺകുടത്തെക്കുറിച്ച് ചിന്തിച്ചത്. വദഖലൽ ഗുർഫത ഹൈസു വദഅൽ ജറത. വദഖലൽ ഗുർഫ, സോ ഹി എൻറ്റേർഡ് ദ റൂം. ഓക്കെ, ഗുർഫത്ത് മീൻസ് റൂം. സോ ഹി എൻറ്റേർഡ് ദ റൂം ഹൈസു വദഅൽ ജറ, because where the pot was kept. Okay, where the pot was kept. So he entered that particular room. അപ്പോൾ ഇദ്ദേഹം ആ മൺകുടം വെച്ച മുറിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. വസ്തഖറജ ശൈഅൻ മിന الزيتون ثم كرر دخوله الغرفة. വസ്തഖറജ ശൈഅൻ മിന الزيتون, so he just took out. Okay, he just took out min az-zaytun, he just took out the olive. Thumma karrara, and he repeated. Okay, he repeated dukhulahu al-ghurfata. Thumma karrara dukhulahu, so he repeated entering. So he entered again. Okay, he entered the room again. Imma li zawjatihi. Okay, for what? For whom? For his wife. Okay, either for his wife, wa imma li nafsihi, for himself, or for himself. Marratan madda yadahu fa kharaja al-dhahab. So once madda yadahu, he just extended. Madda yadahu, he just extended his hand. Fa kharaja al-dhahab, there comes gold. So okay, once he just put his hand into the pot, there comes gold. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് വേണ്ടി ആ സെയ്ത്തൂൻ, ആ ഒലീവ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പ്രവേശിച്ചു അല്ലേ. വദഖലൽ ഗുർഫത ഹൈസു വദഅൽ ജറ വസ്തഖറജ ഷൈഅൻ, എന്നിട്ട് അദ്ദേഹം എന്താണ്, ഇസ്തഖറജ പുറത്തെടുത്തു. ഇസ്തഖറജ എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക. ഷൈഅൻ മിന സെയ്ത്തൂൻ, എന്നിട്ട് അദ്ദേഹം ആ കുടത്തിൽ നിന്ന് സെയ്ത്തൂൻ ഒലീവ് പുറത്തെടുത്തു. സുമ്മ കററ ദുഖുലഹു, അപ്പോൾ മുകളിലാണ് എന്ത് സെയ്ത്തൂനുള്ളത്. അപ്പം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, സുമ്മ കററ മീൻസ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. അത് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, പ്രവേശിച്ചു. ദുഖൂലഹു, അദ്ദേഹം വീണ്ടും റൂമിൽ പ്രവേശിച്ചു. ഗുർഫത്ത് ഇമ്മാ ലി സൗജതിഹി വ ഇമ്മാ ലി നഫ്സിഹി, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വേണ്ടിയിട്ട് അദ്ദേഹം വീണ്ടും ആ റൂമിൽ പ്രവേശിച്ചു. മർറത്തൻ, അപ്പോൾ ഒരു തവണ വീണ്ടും അദ്ദേഹം പ്രവേശിച്ചു അല്ലേ. നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒന്നുകൂടി ആദ്യം സെയ്ത്തൂൻ എടുത്തു, ഇപ്പോൾ വീണ്ടും രണ്ടാമത് അദ്ദേഹം റൂമിലേക്ക് കയറി. എന്തിനാണ് അങ്ങനെ? അദ്ദേഹം മദ്ദ യദഹു ഫഖറജ ദഹബ് അല്ലേ. അദ്ദേഹം എന്താണ്, ആ കൂടത്തിൽ വീണ്ടും കൈയിട്ട് നോക്കി അല്ലേ. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടുക, അപ്പോൾ കൈ അതിൽ നീട്ടി. ഇപ്പോൾ ഫഖറജ ദഹബ്, അപ്പോൾ എന്ത് ചെയ്തു, സ്വർണം പുറത്തേക്ക് വന്നു അല്ലേ. അതിൻ്റെ മുകൾ ഭാഗത്തിൽ മാത്രമാണ് സെയ്ത്തൂന് ഉണ്ടായിരുന്നത്, പിന്നീടുള്ളത് എന്താണ്, അടിയിലൊക്കെ ഉള്ളത് ദഹബാണ് അല്ലേ, സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണം പുറത്തേക്ക് വന്നു. ഓക്കെ, സോ നെക്സ്റ്റ് പേജ്. وبعد قليل من الزمن عاد التاجر إلى بلده وأسرع إلى الجار فاستقبله الجار بترحاب حار. وبعد قليل من الزمن, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആദ താജിറു ഇല ബലദിഹി, ആദ താജിർ ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു, ആദ മടങ്ങി. ആദ എന്നും പറയാം, റജ എന്നും പറയാം. ആദ അത് ഫിഅൽ മാദിയാണ്, അൽ ഫിഅലുൽ മാദിയാണ് അത്. ആദ താജിറു ഇല ബലദിഹി, തൻ്റെ നാട്ടിലേക്ക്, ബലദ് ഉദ്ദേശിക്കുന്നത് നാട്, തൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരികെ എത്തി, മടങ്ങിയെത്തി. അസ്റഅ ഇലൽ ജാർ, എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഇലൽ ജാർ അല്ലേ, തൻ്റെ അയൽവാസിയുടെ അടുത്തേക്ക് പോയി. അസ്റഅ എന്ന് പറഞ്ഞാൽ കുതിച്ചു എന്നാണ് അർത്ഥം. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ വലിയൊരു സമ്പത്ത് അല്ലേ, വലിയ നാണയങ്ങളാണ് അവിടെ സൂക്ഷിക്കാൻ കൊടുത്തത്. അപ്പം അത് സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്തുണ്ടാവും, അതിൻ്റെ ഒരു ആവേശം ഉണ്ടാവും. പെട്ടെന്ന് അവിടെ പോയിട്ട് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ, കുറേ മാസങ്ങളോളം അത് കണ്ടിട്ട്, അല്ലെങ്കിൽ അതൊക്കെ തൻ്റെ കയ്യിലില്ലാതിരിക്കുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് അയാൾക്ക് ഭയങ്കര ഒരു ആവേശമായിരിക്കുമല്ലോ അല്ലേ. ചില ആളുകൾ പണം കിട്ടുമ്പോൾ വല്ലാത്തൊരു ആവേശമായിരിക്കുമല്ലോ ആളുകൾക്ക്. അപ്പോൾ വസ്റഅ, അദ്ദേഹം കുതിച്ചു, തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കുതിച്ചു. ഫസ്തഖ്ബലഹുൽ ജാറു ബി തർഹാബിൻ ഹാരിൻ. ഫസ്തഖ്ബല, ഇസ്തഖ്ബല എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വീകരിക്കുക, അതായത് അതിഥിയെ സ്വീകരിക്കുക എന്നറിയില്ലേ, ഹോസ്റ്റ് ചെയ്യുക എന്നറിയില്ലേ, അതാണ്. ഓക്കെ, ഫസ്തഖ്ബലഹു, അപ്പോൾ ഇസ്തഖ്ബല അതായത് അൽ ജാർ
അയൽവാസി അദ്ദേഹത്തെ, അതായത് ഈ താജിറിനെ സ്വീകരിച്ചു. ബി തർഹാബ്, അല്ലേ, തർഹീബ് എന്നാണ് വേണ്ടത്. തർഹാബ് എന്നും പറയും, ബി തർഹീബ്, അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് തർഹാബ്. ഓക്കെ, ഇവിടെ തർഹാബിൻ ഹാറിൻ, അല്ലേ, വാം വെൽക്കം എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ്. ഓക്കെ, അപ്പോൾ അത്രയും എന്താണ്, ഒരു അതിഥിയെ യഥാർത്ഥത്തിലൊക്കെ സ്വീകരിക്കണമോ അത്രയും പരിഗണന നൽകിക്കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു. ചില ഇപ്പോൾ തർഹാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മർഹബൻ എന്നൊക്കെ അറിയില്ല, അതായത് സ്വാഗതം എന്നർത്ഥത്തിൽ. അപ്പോൾ ഫസ്തഖ്ബലഹു, തൻ്റെ അയൽവാസി അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിച്ചു? അതീവ എന്താണ്, പരിഗണനയോടുകൂടി, അല്ലെങ്കിൽ അതീവ സന്തോഷത്തോടൊക്കെ കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. وبعد قليل من الزمن, okay, after a span of time, okay, after a span of few months, عاد التاجر إلى بلده. The businessman came back. Okay, عاد, or you can use another verb, it is رجع. Okay, so the meaning is came back or returned. وبعد قليل من الزمن, after a span of time, عاد التاجر, the businessman came back إلى بلده, to his native place or his village. وأسرع إلى الجار, and he hastened, or he was very quick. وأسرع إلى الجار, and he hastened to the neighbor. فاستقبله الجار, and his neighbor, means the neighbor, not neighbor, welcomed or host the businessman. So this businessman just came back to his neighbor's home. فاستقبله, and he hosted that businessman بترحاب حار, with a warm welcome. وبعد برهة طلب التاجر منه جرته. وبعد برهة, ഓക്കെ, ഒരല്പസമയത്തിന് ശേഷം, ബുർഹത്ത് എന്ന് പറഞ്ഞാൽ നിമിഷം, ഒരല്പം സമയത്തിന് ശേഷം, തലബ അത്താജിറു മിൻഹു ജറത്തഹു, ഈ താജിർ, അതായത് ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? തലബ, അദ്ദേഹം ആവശ്യപ്പെട്ടു, ചോദിച്ചു, മിൻഹു, ആരെ? ഈ അയൽവാസിയോട് ചോദിച്ചു, ജറത്തഹു, തൻ്റെ കുടം, അല്ലേ, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫഅഅതാഹുൽ ജാറു അൽ ജറ, അങ്ങനെ അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു. അയൽവാസി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു, കച്ചവടക്കാരനെ തിരിച്ചു കൊടുത്തു. റാഹ ബിഹ അത്താജിറു ഇലാ ബൈത്തിഹി. റാഹ എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം, ജാ എന്നതിൻ്റെ അർത്ഥം തന്നെയാണ്. അപ്പോൾ റാഹ ബിഹ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി, അല്ലേ, ബി എന്നാൽ കൊണ്ട് എന്നാണ്. അപ്പോൾ റാഹ ബിഹ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയി, അതായത് അതും കൊണ്ട് അദ്ദേഹം പോയി. അത്താജിർ, ആര്? കച്ചവടക്കാരൻ, ഇലാ ബൈത്തി, തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി അദ്ദേഹം. വദലഖഹ അല ബിസാത്തിൻ, അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം, അല്ലേ, അത് ആ മൺകുടവുമായിട്ട് തിരിച്ചെത്തി അദ്ദേഹം. ദലഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിക്കുക, അല്ലെങ്കിൽ കുടയുക എന്നൊക്കെ അർത്ഥം. അതായത് നമ്മൾ മൺകുടാണല്ലോ, അപ്പോൾ ഉള്ളിൽ മുഴുവൻ സ്വർണ്ണ നാണയമായതുകൊണ്ട് അദ്ദേഹം അത് തട്ടി എന്ന് പറയുമല്ലോ, അത് നിലത്തേക്ക് തട്ടി എന്ന് പറയുമല്ലോ, അതാണ് ദലഖ. അപ്പോൾ വദലഖഹ അല ബിസാത്തിൻ, എവിടെയാണ് തട്ടിയത്? ബിസാത്ത്, അല്ലേ, ഒരു കാപ്പറ്റ് അല്ലെങ്കിൽ ഒരു മാറ്റ്, അതിൻ്റെ മുകളിൽ അദ്ദേഹം തട്ടി. ഫഇദാ കുല്ലുഹാ സൈത്തൂൻ, അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? മൊത്തം ആകെ ആ കുടത്തിലുണ്ട് ഫുള്ള് ഉണ്ടായിരുന്നത് എന്താണ്? ജെയ്ത്തൂനാണ്, ഫുള്ള് ഒലീവാണ്. അതിൽ ഒരൊറ്റ സ്വർണ്ണ നാണയം പോലും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. ഓക്കെ, ലിസൺ. وبعد برهة طلب التاجر منه جرته. وبعد برهة, after a few moments, okay, after a few moments, طلب التاجر, the businessman demanded. Okay, طلب means demanded or asked. طلب التاجر منه, he demanded, the businessman demanded or asked. Minhu means him, the neighbor, jarratahu, for his pot.
Okay, the pot was with the neighbor, so he just asked it back. فَأَعْطَاهُ الْجَارُ. So the neighbor just gave it. Okay, أعطى means gave. أعطاه, he gave the pot. He gave it. He gave the pot. الجرة, so he gave him the pot. راح بها التاجر. راح means went. ذهب. Okay, راح means ذهب. راح به means he went with. Okay, so راح بها التاجر, the businessman went with the pot إلى بيته, to his home. So he reached his home. وَدَلَقَهَا عَلَى بِسَاطٍ. وَدَلَقَهَا, and he poured. Okay, poured. Dalaqa means to pour. Okay, to pour something like water. Okay, we pour the water in the bucket like that. So here, وَدَلَقَهَا, he poured the gold coins or the pot. Just poured, just turned this pot. Ala bisat. Bisat means a mat or a carpet. فَإِذَا كُلُّهَا زَيْتُونَ. فَإِذَا, so soon after he poured down the pot, he could find kulluha, all those things were olive. Okay, olives. He couldn't find even a gold coin, but all those things were olives. رافع التاجر. رافع التاجر هذا الأمر إلى المحكمة. رافع التاجر هذا الأمر إلى المحكمة. رافع التاجر هذا الأمر إلى المحكمة. So he filed a petition. رافع means filing a petition. Okay, so he filed a case or a petition. التاجر means the businessman. هذا الأمر, this case or this affair, matter, إلى المحكمة, to the court. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു പ്രശ്നം എന്ത് ചെയ്തു, അദ്ദേഹം കോർട്ടിൽ അല്ലെ കോടതിയിൽ അദ്ദേഹം ഉന്നയിച്ചു ഈ വിഷയം. അത് പരാതി കൊടുത്തു, കേസ് ഫയൽ ചെയ്തു. قال الجار يا سيدي أنا بريء. يا سيدي أنا بريء. ഓക്കെ, قال الجار, അപ്പോൾ ഈ അയൽവാസി പറഞ്ഞു, അതായത് താജിർ അല്ലാത്ത കച്ചവടക്കാരനല്ല മറ്റേ ആൾ പറഞ്ഞു എന്ത്, യാ സയ്യിദി, എൻ്റെ മൈ സർ, അന ബരീഉൻ, ഞാൻ എന്താണ്, നിരപരാധിയാണ്. So he filed a petition in the case, and while he was called in the while he was hearing the judgment, okay, he told to the court, Ya Sayyidi, my sir, respected sir, Ana bari'un, I'm innocent, I'm an innocent. Yawman, one day, once, Ja'a at-tajiru bil jarrati. One day, this businessman came with, or he brought al-jarra, the pot. He brought the pot. وقال, and he said, inna fiha zaytunan. Inna fiha zaytunan. Okay, there was olive in the pot, in it. فلما طلب رددتها إليه. فلما طلب رددتها إليه. Once he demanded, or once he asked it back, رددتها, I just gave it, or I returned, I gave it back. Okay, إليه, to him. فيقول الآن, now he says, إنه كان في الجرة ذهب. فيقول الآن, now he says, إنه, that, كان في الجرة ذهب, there was gold in the pot. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കോർട്ടിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ അത് വാദം കേൾക്കുന്ന സമയത്ത് ഈ ജാറ്, അതായത് താജിറല്ല, കച്ചവടക്കാരനല്ലാത്ത മറ്റേ അയൽവാസി, അദ്ദേഹം പറയാണ്, യാ സയ്യിദി അനബരി, ഞാൻ നിരപരാധിയാണ്. യൗമൻ ജാ താജിറും, ഒരു ദിവസം എന്താണ് ഈ താജിർ, അതായത് ഈ കച്ചവടക്കാരൻ ബിൽ ജറത്തി, അദ്ദേഹം ഒരു കുടം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫിഹാ സൈത്തുനൻ, അതിലെന്തുണ്ട്, അതിൽ ഒലീവ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫലമ്മ തലബ റദത്തുഹ ഇലേഹി, അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ, അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റദത്തുഹ, അല്ലേ, റദ്ദ അതിൻ്റെ ഫെയിലും മാതിയാണ്, റദത്തു ഹ, ഞാനത് ഇലേഹി, അയാൾക്ക് തിരിച്ചു കൊടുത്തു.
ഫയഖൂലുൽ ആൻ, പക്ഷെ ഇപ്പം അയാൾ പറയണത് ഇന്നഹു ക്യാന ഫിൽ ജറത്തി ദഹബുൻ, എന്താണ് ആ കുടത്തിൽ, ആ മൺകുടത്തിൽ എന്തുണ്ടായിരുന്നു? ദഹബുൻ, അതിൽ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് അയാൾ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞു. മാ ദംബി യാ സയ്യിദി അൽ ഖാദി, അപ്പോൾ എന്താണ് എന്താണ് ഞാൻ ചെയ്ത കുറ്റം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ തെറ്റ് എന്ന് അയാൾ ചോദിച്ചു. മാ ദംബി യാ സയ്യിദി അൽ ഖാദി, മൈ സർ, റെസ്പെക്റ്റഡ് സർ, so what is my offense? Okay, what is my offense? What I have done? He asked the judge. So sa'ala al-qadi, the qadi means the judge asked, asahihun ma yaqulu jaruk? He asked the businessman, asahihun, is it right? Ma yaqulu jaruk? So he says something, he said something that the pot contains nothing, the pot contained olive, so is it right? Sa'al al-qadi, so he asked so. Qala fi'lan, so he replied absolutely. Fi'lan means actually, absolutely, or actually qultu lahu. Fi'lan, actually qultu lahu, I told him inna fil jarrati zaytunan. Okay, so the judge asked the businessman, and he replied, the businessman replied, qultu lahu, actually I told him inna fil jarrati zaytunan, there was, or there is olive in the pot. Haqiqatan, actually kanat kulluha nuqudan dhahabiyatan, everything which was in the pot was nuqudan, okay, the coins, dhahabiyatan, gold coins, the pot contains gold coins in it. So qala al-qadi said, la shahida ma'aka wala bayyina, la shahida ma'aka, there is no witness for you, okay, or there is no witness for your argument, wala bayyina, and there is no proof. Bayyinat means proof, shahid means witness. Okay, അപ്പോൾ സഅൽ അൽ ഖാദി, അല്ലേ, ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. ഇദ്ദേഹം എന്താണ് ഈ അയൽവാസി, കച്ചവടക്കാരനല്ലാത്ത ഈ ഇത് സൂക്ഷിച്ച ആൾ, അല്ലേ, അതായത് ഈ മൺകുടം സൂക്ഷിച്ച ആൾ പറഞ്ഞു എന്താണ്, അതിൽ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞത്, അതിൽ ജെയ്ത്തൂൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഒലീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ചോദിച്ചപ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തു, ആ മൺകുടം. ഇപ്പം അയാൾ പറയണം അതിൽ സ്വർണ്ണമുണ്ടായിരുന്നു. അപ്പം മാ ദംബി യാ ചെയ്ത്, ഇതിലെന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സഅലൽ ഖാദി, അദ്ദേഹം ഖാദി ചോദിച്ചു, അസഹീഹുൻ മാ യഖൂലു ജാറുക്, നിൻ്റെ അയൽവാസി പറയുന്നത് നേരാണോ, സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ ജാറ് മറുപടി പറഞ്ഞു, അതായത് ബിസിനസ്മാൻ, കച്ചവടക്കാർ മറുപടി പറഞ്ഞു, ഫിഅലൻ, യഥാർത്ഥത്തിൽ ഖുൽതുലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്തായിരുന്നു, ഇന്ന ഫിൽ ജറത്തി സൈത്തൂനൻ, അല്ലേ, ആ മൺകുടത്തിൽ എന്തുണ്ടായിരുന്നു, ജെയ്ത്തൂൻ, അതായത് ഒലീവ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു. ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ എന്താണ്, കാനത്ത് കുല്ലുഹാ നുഖൂദൻ ദഹബിയത്തൻ, അതിൽ മൊത്തം ഉണ്ടായിരുന്നത് എന്തായിരുന്നു, സ്വർണ്ണ നാണയങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ. ഖാലൽ ഖാദി ലാ ഷാഹിദ മഅക വലാ ബയ്യന, ലാ ഷാഹിദ്, നിൻ്റെ അടുക്കൽ എന്താണ്, സാക്ഷികളില്ല, ഒരൊറ്റ സാക്ഷി പോലും ഇല്ല, വലാ ബയ്യന, ഒരു തെളിവുമില്ല എന്ന് ഖാദി പറഞ്ഞു. ലാ അസ്തതിഉ ലക ശൈഅൻ, നിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ലാ അസ്തതിഉ എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല, ലക ശൈഅൻ, നിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. റജഅ താജിറു മിനൽ മഹ്കമതി ഖായിബൻ ഹസീനൻ. റജഅ താജിർ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കോടതിയിൽ നിന്ന് മടങ്ങി. എങ്ങനെ, ഖായിബൻ, നഷ്ടപ്പെട്ടവനായിട്ടും അതുപോലെ ഹസീൻ, ദുഃഖിതനായിട്ടും അദ്ദേഹം തിരിച്ചു മടങ്ങി. അങ്ങനെ അദ്ദേഹം എന്താണ്, ജഡ്ജ് പറഞ്ഞു, ലാ സത്യ, താങ്കളുടെ കാര്യത്തിൽ എന്താണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ റജഅ താജിർ മിനൽ മഹ്കമതി ഖായിബൻ ഹസീനൻ, അദ്ദേഹം
കോടതിയിൽ നിന്ന് മടങ്ങി തിരിച്ചു പോയി. ഖായിബൻ എല്ലാം നഷ്ടപ്പെട്ടവനായിക്കൊണ്ട്, അതുപോലെ ഹസീനൻ ദുഃഖിതനായിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് മടങ്ങിപ്പോയി. നെക്സ്റ്റ് പേജ്. انتشر الخبر بين الناس وعرفوا أن التاجر مظلوم والجار خائن. انتشر الخبر, the news spread it out. بين الناس, okay, the news spread it out between the people. Okay, so all the people, native people, came to know the incident or that particular news. وعرفوا أن التاجر مظلوم والجار خائن. And they came to know that التاجر, the businessman, مظلوم, he was cheated one. So he was cheated. والجار خائن, and the neighbor was cheat. Okay, the neighbor was cheat, and the person, means the businessman, was cheated. أخيرا وصل هذا الأمر إلى الخليفة هارون الرشيد. أخيرا وصل هذا الأمر إلى الخليفة هارون الرشيد. وكان أيضا يحزن لما حل بالتاجر. أخيرا, finally, وصل هذا الأمر إلى الخليفة. So this news spread out all through that particular place. So even the Khalifa Harun al-Rashid, okay, Harun al-Rashid came to know about this. وَكَانَ أَيْضًا يَحْزَنُ, even he was worried or anxious about what happened to the businessman. So even the Khalifa Harun al-Rashid also was also upset to what happened to this businessman. അപ്പോൾ ഇൻതശറ അൽ ഖബറു ബൈന നാസ്, ജനങ്ങൾക്കിടയിൽ ഈ വാർത്ത വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വഅറഫു അന്ന താജിർ മദ്ലൂമുൻ, അതിൽ താജിർ കച്ചവടക്കാരൻ എന്താണ്? മദ്ലൂമുൻ, അദ്ദേഹമാണ് വഞ്ചിക്കപ്പെട്ടവൻ, അദ്ദേഹം വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. വൽജാറു ഖായിനുൻ, വൽജാറ ഖായിനുൻ, അതുപോലെ തന്നെ മറ്റേ അയൽവാസി, അതായത് കച്ചവടക്കാരനല്ലാത്ത ആ മൺകുടം സൂക്ഷിച്ച ആ വ്യക്തി, അദ്ദേഹം എന്താണ്? ഖായിൻ, അദ്ദേഹം ഒരു വഞ്ചകനായിരുന്നു എന്ന് ആളുകൾ അറിഞ്ഞു. അഖീറൻ, അവസാനം, വസല ഹാദൽ അംർ ഇലൽ ഖലീഫ, ഈ വിവരം ഖലീഫയുടെ അടുത്തും എത്തി. അല്ലേ, ഹാറൂൻ അർ റഷീദ് ആയിരുന്നു, അല്ലേ, അബ്ബാസി ഖലീഫ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അബ്ബാസി, അപ്പോൾ അബ്ബാസി ഖലീഫ ആയിരുന്നു ഹാറൂൻ റഷീദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലും ഈ വാർത്ത എത്തി. വക്കാനായിലൻ യഹ്സനു, അദ്ദേഹവും വല്ലാതെ ദുഃഖിച്ചു, അല്ലേ, ഹസിന യഹ്സനു എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ദുഃഖിച്ചു. ലിമ ഹല്ല ബി താജിർ, അല്ലേ, താജിറിന്, അതായത് ആ കച്ചവടക്കാരന് സംഭവിച്ചത് കാരണം അദ്ദേഹം വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. വഫി തിൽക്കൽ അയ്യാം കാന അൽ ഖലീഫത്തു വവസീറുഹു യതജവ്വലാനി ഫി തുർഖാത്തി ബഗ്ദാദ്. വഫി തിൽക്കൽ അയ്യാം, on those days, okay, യൗമ അയ്യാം, വഫി തിൽക്കൽ അയ്യാം, on those days, കാന അൽ ഖലീഫ was, the caliphate was waziruhu, and his minister, the Khalifa and his minister were yatajawwalani, they were traveling through turqat, fi turqat Baghdad, they were traveling through the roads of Baghdad. Okay, turqat means roads or streets or paths. So they were traveling through or wandering or just walking through the streets of Baghdad. فَسَمِعَ أَطْفَالًا يَقُولُونَ, فَسَمِعَ, and they both heard أطفالا, okay, some children, okay, طفل أطفال,
children. So some children were saying, يقولون, they were saying, هيا نلعب, هيا نلعب, let's play, هيا نلعب, let's play, لعبة التاجر والجار, let's play the game of the businessman and the neighbor, let's play the game of businessman and the neighbor. واقترب من الأطفال, and they approached, or they came, or they reached near to the boys or the children. നോക്കാം. വഫി തിൽക്കൽ അയ്യാം, അല്ലേ, മുമ്പാ ദിവസങ്ങളിൽ, അതായത് ആ കാലത്ത് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ, അദ്ദേഹം ഖലീഫ ആയിരുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു ദിവസം, ക്യാനൽ ഖലീഫയും വസീറുഹു, അദ്ദേഹത്തിൻ്റെ മന്ത്രിയും, യതജവ്വല എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ റോന്ത് ചുറ്റുക എന്ന് പറയില്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ നടന്ന് പോയിരുന്നു, അവർ രണ്ടുപേരും. ഫി തുർക്കാത്തി ബഗ്ദാദിലെ വഴികളിലൂടെ, തെരുവിലൂടെ. ത്വരീഖ് ഇതിന് ജമാണ് തൊറായിഖ്, ഇത് അതുപോലെ തുർക്കാത്ത്. ഓക്കെ, ത്വരീഖത്ത് എന്നതിൻ്റെ ജമാണ് തുർക്കാത്ത്. ത്വരീഖാത്ത് എന്ന് പറയുന്ന പോലെ മറ്റൊരു ജമാണ് തുർക്കാത്ത്. അപ്പോൾ ബഗ്ദാദിൻ്റെ തെരുവിലൂടെ അവരിങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഫസമിഅ അത്ഫാലൻ യഖൂലൂന, തഫ്ല് എന്നതിൻ്റെ ജമാണ് അത്ഫാൽ. അപ്പോൾ കുട്ടികൾ പറയുന്നതായിട്ട് അവർ കേട്ടു. അവർ രണ്ടുപേരും കുട്ടികൾ പറയുന്നതായിട്ട് കേട്ടു. എന്താണ് പറഞ്ഞത് കുട്ടികൾ? ഹയ്യ നൽഅബ്, നമുക്ക് കളിക്കാം. ഹയ്യ നൽഅബ്, ലുഅബത താജിർ വൽ ജാർ, നമുക്ക് താജിർ, അതായത് കച്ചവടക്കാരൻ, അതുപോലെ തന്നെ ജാർ, അല്ലേ, അയൽവാസി. അപ്പോൾ അയൽവാസിയുടെയും കച്ചവടക്കാരൻ്റെയും കളി നമുക്ക് കളിക്കാമെന്ന് അവർ പറഞ്ഞു. വഖ്തറബ മിനൽ അത്ഫാൽ, അങ്ങനെ ഇവർ രണ്ടുപേര്, ഖലീഫയും അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ത് ചെയ്തു? കുട്ടികളുടെ അടുത്തേക്ക് വന്നു. നെക്സ്റ്റ് പേജ് 63. ശക്കല അൽ അത്ഫാലു മഹ്കമതൻ, ശക്കല അൽ അത്ഫാലു മഹ്കമതൻ, വജലസ الطفل الذي يلعب دور القاضي على كرسي. وفورا جاء الشرطي بالتاجر والجار وأحضر الجرة. أوكي. شكل الأطفال محكمة. The children they formed, okay, they formed محكمة, a court. So they made a court, okay, a model court. وجلس الطفل الذي يلعب دور القاضي على كرسي. وجلس الطفل, okay, the child sat on the على كرسي, on a chair. الذي يلعب, who was playing the role of al-qadi, the judge. So this child sat on a chair who was playing the role of al-qadi, means the judge. وفورا, suddenly, okay, suddenly جاء الشرطي بالتاجر. Suddenly جاء الشرطي بالتاجر والجار, the policeman. Shurti means the policeman. So جاء الشرطي, suddenly the policeman brought. جاء B means brought. جاء means came. جاء B means brought. So فورا, suddenly جاء الشرطي بالتاجر والجار, the policeman brought the businessman والجار and the neighbor. وأحضر الجرة, and he brought, okay, he made present, or just presented الجرة and the pot also. Okay. അപ്പോൾ ശക്കൽ അൽ അത്ഫാലു മഹ്കമത്തൻ, കുട്ടികൾ എന്ത് ചെയ്തു? മഹ്കമത്ത്, കോർട്ട്, അതായത് കോടതി എന്ത് ചെയ്തു? ശക്കൽ, അതിനെ അത് ഉണ്ടാക്കി, അല്ലേ, അവർ മാതൃക ഒരു കോടതി ഉണ്ടാക്കി. കളിക്കാൻ പോകുന്നത് കൊണ്ട് അവർ ആ രൂപത്തിലൊരു കോടതി ഉണ്ടാക്കി. വജലസ ത്വഫ്ലു അല്ലദി യൽഅബു ദൗറൽ ഖാദി അലാ കുർസിയിൻ, അങ്ങനെ ഒരു കുട്ടി, വജലസ ത്വഫ്ലു, ഒരു കുട്ടി എന്ത് ചെയ്തു? കസേരയുടെ മുകളിലിരുന്നു. ജലസ അലാ കുർസീൻ, ഒരു കസേരയുടെ മുകളിൽ ആ കുട്ടി ഇരുന്നു. ആ കുട്ടി എന്തായിരുന്നു? യൽഅബു ദൗറൽ ഖാദി, അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കളിയിൽ അവൻ്റെ റോൾ എന്തായിരുന്നു?
ദൗറൽ ഖാദി അല്ലേ, ഖാദിയുടെ റോളായിരുന്നു അവൻ്റേത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് കസേരയുടെ മുകളിലിരുന്നു. ജഡ്ജിൻ്റെ റോൾ, അതായത് ന്യായാധിപൻ്റെ റോളിലായിരുന്നു ആ കുട്ടി ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അവൻ കസേരയിലിരുന്നു. ഫൗറൻ പെട്ടെന്ന് ജാ ഷുർത്തിയ് അല്ലേ, പോലീസ്, ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസ്. അപ്പോൾ പോലീസുകാരൻ എന്ത് ചെയ്തു, ജാ അബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ജാ അബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, ജാ എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ ഫൗറൻ പെട്ടെന്ന് ജാ ഷുർത്തിയു ബി താജിരി വൽജാർ, പെട്ടെന്ന് തന്നെ ഷുർത്തി പോലീസുകാരൻ എന്ത് ചെയ്തു, താജിറിനെയും അതുപോലെ ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസിയെയും, അതായത് കച്ചവടക്കാരനെ അയൽവാസിയെയും കൊണ്ടുവന്നു പോലീസുകാരൻ. വഹ്ലർ അൽ ജറത്ത, അതുപോലെ തന്നെ ജറത്ത് ആ മൺകുടം അതും കൂടി എന്ത് ചെയ്തു അദ്ദേഹം, അഹ്ലറ എന്ന് പറഞ്ഞാൽ ഹാജറാക്കി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഷുർത്തി അത് ചെയ്തു. നെക്സ്റ്റ് ഖാല അൽ ഖാദി അസ്സഗീർ, ഖാല അൽ ഖാദി അസ്സഗീർ ലിൽ ജാർ അല്ലേ, നമ്മളെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു, അൽ ഖാദി അസ്സഗീർ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അൽ ഖാദി അസ്സഗീർ ലിൽ ജാർ, അയൽവാസിയോട് ഈ കൊച്ചു ന്യായാധിപൻ അല്ലെങ്കിൽ കൊച്ചു ജഡ്ജ് എന്ത് പറഞ്ഞു, അയൽവാസിയോട് പറഞ്ഞു, മാദാ തഖൂലു യാ ഹദാ, താങ്കൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു അയൽവാസിയോട്. ഖാല സയ്യിദി ഔദഅ അത്താജിറു ഇൻദി സൈത്തൂനൻ വഅഖദ സൈത്തൂനൻ. ഔദഅ അത്താജിർ അല്ല, ഔദഅ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഔദഅ അത്താജിർ, ഈ കച്ചവടക്കാരൻ എൻ്റെ അടുക്കൽ എന്ത് ചെയ്തു, സൈത്തൂനൻ, അദ്ദേഹം എന്താണ് സൈത്തൂന് ഒലീവ് ഡെപ്പോസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം ഒലീവ് എൻ്റെ അടുക്കൽ തന്നു. വഅഖദ സൈത്തൂൻ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒലീവ് തന്നെ എടുക്കുകയും ചെയ്തു. വലാ ഇൽമലി ബിദ്ദഹബ്, വലാ ഇൽമലി ബിദ്ദഹബ്, സ്വർണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മനസ്സിലായി, അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്വർണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു, അയൽവാസി പറഞ്ഞു. ഫഖാൽ അൽ ഖാദി, അപ്പോൾ ഖാദി പറഞ്ഞു സഹ്, അതെ ശരിയാണ്. ഐന തുജാറു സൈത്തൂൻ, താജിർ ബിസിനസ്മാൻ കച്ചവടക്കാരൻ, അതിൻ്റെ ആണ് തുജാർ കച്ചവടക്കാർ. അപ്പോൾ ഐന തുജാറു സൈത്തൂൻ വിൽക്കുന്ന ആളുകൾ, സൈത്തൂൻ കച്ചവടക്കാർ, ഒലീവ് കച്ചവടക്കാർ എവിടെ എന്ന് ചോദിച്ചു. ആര്, ഖാദി, ന്യായാധിപൻ. അപ്പോൾ വഖ്തറബ അത്ഫാലുല്ലദീന യൽഅബൂന ദൗറ തുജാർ, അപ്പോൾ കുറച്ച് കുട്ടികളുടെ അവരുടെ ചില കുട്ടികളുടെ റോൾ എന്തായിരുന്നു, അവർ ഈ കച്ചവടക്കാരായിട്ട് ആണ് കളിക്കേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇഖ്തറബ, അവർ അടുത്തു നിന്നു അല്ലെങ്കിൽ അടുത്ത് വന്നു, അതാണ് ഇഖ്തറബ. സോ third line, قال القاضي الصغير للجار. القاضي الصغير, that's our chapter's name. قال القاضي الصغير, the small or the tiny judge, he told to the neighbor, ماذا تقول يا هذا, what you gonna say, or what you are telling. قال, so he replied, يا سيدي, sir, أودع التاجر عندي زيتونا وأخذ زيتونا. So the businessman deposited with me زيتونا, an olive, وأخذ زيتونا, and he took back the olive. The same itself, the olive itself, he just kept the olive with me, and he took back olive itself. ولا علم لي بالذهب, okay, I don't have any idea about the gold, okay, I don't have any idea about gold. فقال القاضي, so the judge told, صح, okay, that's correct, that's right. أين تجار الزيتون, what about the businessmen of the olive, okay, where are those the olive sellers. Okay, tajir means businessman or the seller, tujar means businessman, it's plural, okay, sellers. So he asked, aina tujaru zaytun, where are the sellers or the olive sellers. واقترب الأطفال الذين يلعبون دور التجار.
So the boys, or so the children, okay, the children approached, or they came forward, who were in the role of the businessmen or the sellers. Next, قال القاضي انظروا يا تجار. അപ്പോൾ ഖാദി പറയാണ് ഉൻദുറു യാ തുജാർ, എന്താണ്, അല്ലയോ കച്ചവടക്കാരെ, നിങ്ങൾ നോക്കൂ, അഹാദ സൈത്തൂനുല്ലദി ഫിൽ ജറത്തി ഖദീമുൻ അം ജദീദുൻ. അഹാദ സൈത്തൂനുല്ലദി ഫിൽ ജറത്തി ഖദീമുൻ അം ജദീദുൻ. ഈ കുടത്തിലുള്ള, അല്ലേ, ഫിൽ ജറത്തി, ഈ കുടത്തിലുള്ള, അല്ലദി ഫിൽ ജറത്തി, കുടത്തിലുള്ള, ഹാദ സൈത്തൂൻ, ഈ സൈത്തൂൻ, അതായത് ഈ ഒലീവ് എന്താണ്, ഖദീമ്, ഇത് പഴയതാണോ, അം ജദീദൻ, അല്ലെങ്കിൽ ഇത് പുതിയതാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഖാലു, അപ്പം അവർ പറഞ്ഞു, അതായത് തുജാർ, കച്ചവടക്കാർ പറഞ്ഞു, ഹാദ സൈത്തൂനുൻ ജദീദുൻ, ഇത് പുതിയ സൈത്തൂനാണ്, ഇത് പുതിയ ഒലീവാണ്. ഫഖാൽ അൽ ഖാദി അസ്സഗീർ ലിൽ ജാർ, ഫഖാൽ അൽ ഖാദി അസ്സഗീർ ലിൽ ജാർ. അങ്ങനെ ആ കൊച്ചു ഖാദി, ആ കൊച്ചു ന്യായാധിപൻ അയൽവാസിയോട് പറഞ്ഞു, അയ്യുഹർറജുൽ, അയ്യുഹർറജുൽ, അല്ലയോ മനുഷ്യ എന്ന് ആരോട് പറഞ്ഞു, അയൽവാസിയോട് പറഞ്ഞു, ലൗകുൻത സാദിഖൻ, താങ്കൾ പറയുന്നത് സത്യമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾ സത്യസന്ധനായിരുന്നുവെങ്കിൽ, ലവജബ യക്കൂന സൈത്തൂൻ, ലവജബ അയ്യക്കൂന സൈത്തൂനു ഖദീമൻ, അതായത് താങ്കൾ പറയുന്നതാണ് സത്യമെങ്കിൽ, അല്ലെങ്കിൽ താങ്കളാണ് സത്യസന്ധനെങ്കിൽ, ലവജബ അയ്യക്കൂന സൈത്തൂനു ഖദീമൻ, ഈ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സൈത്തൂൻ, അത് ഒലീവൊക്കെ എന്തായിരുമായിരുന്നു, ഖദീമൻ, അതൊക്കെ പഴയതാകുമായിരുന്നു, അല്ലേ. കാരണം എന്താണ്, അദ്ദേഹം മാസങ്ങളോളായി യാത്ര ചെയ്യുകയാണ്, അല്ലേ. അപ്പോൾ അതിൽ പിന്നീട് നോക്കുമ്പോൾ സൈത്തൂനാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ കച്ചവടക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണ്, ഇത് പഴയതല്ല, പുതിയ ഒലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഖാദി എന്ത് പറഞ്ഞു, അദ്ദേഹം കണ്ടെത്തിയ ഒരു ന്യായം എന്താണ്, താങ്കൾ സത്യസന്ധനായിരുന്നുവെങ്കിൽ, അല്ലേ, ജാറിനോട് പറയാണ്, അയൽവാസിയോട് പറയാണ്, താങ്കൾ സത്യസന്ധനായിരുന്നുവെങ്കിൽ എന്താണ്, ഈ സൈത്തൂനൊക്കെ, ഈ ഒലീവൊക്കെ പഴയതാകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് പുതിയത് താങ്കൾ മാറ്റിയതാണ്, പുതിയത് വാങ്ങി അതിലിട്ടതാണെന്ന് പറഞ്ഞു. ഫഅൻത കദ്ദാബുൻ, അതുകൊണ്ട് താങ്കൾ എന്താണ്, ഒരു മഹാക്കള്ളനാണ്, പെരുങ്കള്ളനാണ് താങ്കൾ. കാദിബ് നല്ല കദ്ദാബ്, താങ്കൾ പെരുങ്കള്ളനാണ്. ഹാത്തി ദഹബ ഫൗറൻ, പെട്ടെന്ന് തന്നെ എന്താ, ഹാത്തി കൊണ്ടുവരിക, അദ്ദഹബ ഫൗറൻ, എത്രയും പെട്ടെന്ന് സ്വർണ്ണം എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫർത്തജഫൽ ജാറു വഅ്തറഫ ബിദംബിഹി, ഫർത്തജഫൽ ജാറു, ഈ അയൽവാസി എന്താണ്, ഇർത്തജഫ്, അദ്ദേഹം വിറക്കാൻ തുടങ്ങി, അല്ലെ, പേടിച്ച് വിറക്കാൻ തുടങ്ങി. വഅ്തറഫ ബിദംബിഹി, അങ്ങനെ അദ്ദേഹം എന്താണ്, തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു, അല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹം ഇവിടെ എന്താണ് നേരിടേണ്ടി വന്നത്, അല്ലേ. ജഡ്ജിയുടെ മുമ്പിൽ അദ്ദേഹം പിന്നെ നിസ്സഹായനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പേടിച്ച് വിറച്ചു, അങ്ങനെ കുറ്റം ഏറ്റു പറഞ്ഞു. വസാഹൽ അത്ഫാലു വഹതഫു ലിദുഹൂരിൽ ഹഖ്, വസാഹൽ അത്ഫാലു, കുട്ടികളെന്താണ് ഇങ്ങനെ ഒച്ച വെച്ച്, വഹതഫു ലിദുഹൂരിൽ ഹഖ്, അല്ലേ, സത്യം കണ്ടെത്തിയത് കൊണ്ട് അവരെന്താണ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സത്യം കണ്ടെത്തി എന്ന ആവേശത്തോടു കൂടി അവർ കുട്ടികളെ വിളിച്ചു പറഞ്ഞു. ഓക്കെ, സോ ലാസ്റ്റ് പാര, ലുക്ക്, ഖാല അൽ ഖാദി, സോ ദ ഖാദി told to the zaytun sellers, means the olive sellers, انظروا يا تجار, or the sellers, please look, أهذا الزيتون الذي في الجرة قديم أم جديد, are these zaytuns, means are these olives which are in the pot new or old, are all these olives new or old ones? قالوا, they replied, هذا زيتون جديد, this is new olive. فقال القاضي الصغير للجار, so the qadi told للجار, the neighbor, أيها الرجل, oh man, لو كنت صادقا, if you were لو كنت صادقا, if you were truthful, if you were sincere, or if you were truthful,
لوجب أن يكون الزيتون قديما. It would be means the olive would be old one. Okay, if you were truthful, the olive would be old one. فأنت كذاب. So you are a big liar. Why? Because the tajir means the businessman, the seller was traveling, or he was in a journey for few months. But so once he assigned the pot to the neighbor, the olives were new one. So does he came back, the tajir means the tajir came back, the businessman came back after few months. So it's supposed to be the old one. But once he checked, once the sellers checked the zaytun, the olives, all those olives were old one. So all those olives were new ones. So the qadi came to know that this neighbor was a big liar. So he just understood who was the liar. فأنت كذاب, and he told to the neighbor, فأنت كذاب, so you are a big liar. هات الذهب فورا, so bring the gold فورا, as soon as possible, or suddenly, bring it fast, he told. فارتجف الجار واعترف بذنبه, so he was shivering. فارتجف الجار, the neighbor was shivering. واعترف بذنبه, and he acknowledged his fault or his offense. He conceded his offense. وصاح الطفل وهتفوا لظهور الحق, so the children uttered that the truth prevailed, so they could find the truth, so they uttered that. Page number 64. തഅജ്ജബ അൽ ഖലീഫ. അപ്പോൾ ഖലീഫ, ഇത് അവിടെ നടക്കുന്ന കുട്ടികൾ കളിക്കുകയായിരുന്നു അല്ലേ, അങ്ങനെ അവർ സത്യം കണ്ടെത്തി. അപ്പോൾ ഇത് ഖലീഫയും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ആക്ച്വലി ദിസ് വാസ് എ ഗെയിം ബൈ ദി ചിൽഡ്രൻ. സോ ദ ചിൽഡ്രൻ were playing like what you call as they were in the court. So once the Khalifa and his minister saw this, ta'ajjab al-Khalifa, okay, Khalifa frustrated, Khalifa astonished, وعاد إلى قصره حتى إذا أصبح, وعاد إلى قصره, and he came back, or he just returned to his fort. Qasr means fort, okay, like the king has fort, Khalifa also has fort, okay, like White House, we say an American president has White House, whatever it be. وعاد إلى قصره, and he came back to the fort or his fort. حتى إذا أصبح, okay, and he, so next morning, أعاد المحاكمة, the Khalifa brought back al-muhakama, the judgment, okay, because the judgment was not properly happened. So he أعاد المحاكمة, he just brought it back. طرح القاضي, طرح means asked or posed a question. طرح القاضي سؤالا, the judge asked or posed a question. كما سألت الأطفال, as the children were asked, okay, the children were asking to the what do you call, the neighbor. So as though, or as the children asked the question in the game,
The judge asked a question. فَخَافَ الْجَارُ شَدِيدًا, and the real neighbor frightened. Okay, he was scared of the truth being revealed. He was very frightened. തഅജ്ജബൽ ഖലീഫ, അങ്ങനെ അടുത്ത് വെച്ച് തഅജ്ജബൽ ഖലീഫ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അല്ലേ, കുട്ടികൾ സത്യം കണ്ടെത്തിയപ്പോൾ അല്ലേ, നിസ്സാരമായ ഒരു കളിയിലൂടെ അവർ സത്യം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം എന്താണ്, ഖലീഫ അത്ഭുതപ്പെട്ടു ഇത് കണ്ടിട്ട്. വആദ ഇലാ ഖസ്രി, അങ്ങനെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി. ഹത്ത ഇദാ അസ്ബഹ, അല്ലേ, പിന്നീട് രാവിലെ ആയപാട് അദ്ദേഹം എന്ത് ചെയ്തു, ആദൽ മുഹാക്കമ, അല്ലേ, മീൻസ് ആ ജഡ്ജ്മെൻറ്റ് ഒന്നും കൂടി നടത്താൻ, അല്ലെ, വിധി ഒന്നും കൂടി നടത്താൻ വേണ്ടി അദ്ദേഹം വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. അദ്ദേഹം അത് മടക്കി വീണ്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തറഹൽ ഖാദി, ആ ജഡ്ജ് ന്യായാധിപൻ എന്ത് ചെയ്തു, അദ്ദേഹം ചോദിച്ചു. തറഹ എന്ന് പറഞ്ഞാൽ ചോദിക്കുക, തറഹ സുആലൻ, അദ്ദേഹം ചോദിച്ചു. കമാ സഅലൽ അത്ഫാലു ഫിൽ ലഅബ്, കുട്ടികൾ കളിയിൽ ചോദിച്ച പോലെ അദ്ദേഹം ചോദിച്ചു. എന്താണ് ഇത്, പഴയതാണോ പുതിയതാണോ? പഴയതാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്നയാൾ പെടും. പുതിയതാണെങ്കിൽ ഈ ജാറ് എന്താണ്, അയാൾ കുറ്റക്കാരനെന്ന് തെളിയും. അങ്ങനെ അതേപോലെ ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടപാടെ ഫഖാഫൽ ജാറു ഷദീദൻ, അയൽവാസി എന്താണ്, വല്ലാതെ ഭയപ്പെട്ടു, അല്ലെ, വല്ലാതെ ഭയം അദ്ദേഹത്തിനുണ്ടായി. വഅതറഫ ബിദംബിഹി വബഅദ ബുർഹത്തിൻ ജാഅ ബിദ്ദഹബ് വഅതറഫ ബിദംബിഹി, സോ ഹി കൺസീഡഡ് ഹിസ് ഒഫൻസ്. He acknowledged, he conceded his offense. وَبَعْدَ بُرْهَةٍ, after a few moments, جَاءَ بِالذَّهَبِ, he brought the gold. After a few moments, he brought the gold. وَبَعْدَ الْمُحَاكَمَةِ, and after the judgment, دَعَا الْخَلِيفَةُ بِالطِّفْلِ وَأَصْدِقَائِهِ إِلَى الْقَصْرِ. دَعَا الْخَلِيفَةُ, so the Khalifa called up upon بالطفل, the Khalifa called upon the طفل means the child, وأصدقائه, and his friends. صديق جمع أصدقاء. So the Khalifa called upon the child and his friends إلى القصر, to the fort. وكرمهم وقدم جائزة خاصة للقاضي الصغير الذكي. Okay, وكرمهم, he honored the children. وقدم جائزة, and he granted them جائزة خاصة, a special gift. Okay, so the Khalifa honored the children. Okay, وقدم جائزة, and he presented a special gift للقاضي الصغير, to the small, al-dhaki, smart. Okay, al-qadi al-saghir al-dhaki, the small smart judge. So he presented a gift also. വഅതറഫ ബിദംബിഹി, അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ യഥാർത്ഥത്തിൽ അല്ലേ, ശരിക്കുമുള്ള കളിയിലല്ലാത്ത എന്താണ് മുമ്പ് നടന്ന സംഭവത്തിലുള്ള അയൽവാസി അദ്ദേഹം എന്ത് ചെയ്തു, ഖാഫ, അദ്ദേഹം ഭയപ്പെട്ടു, വല്ലാതെ ഭയപ്പെട്ടു, ഷദീദൻ. വഅതറഫ ബിദംബിഹി, അദ്ദേഹം കുറ്റം ഏറ്റു പറഞ്ഞു. വബഅദ ബുർഹത്തിൻ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം ജാഅ ബിദ്ദഹബ്, അദ്ദേഹം എന്ത് ചെയ്തു, ഇത് കൊണ്ടുവന്നു, സ്വർണം തിരിച്ചു കൊണ്ടുവന്നു. വബഅദൽ മുഹാക്കമ, അങ്ങനെ ആ ന്യായാധിപ അല്ലെങ്കിൽ ആ വിധി തീർപ്പിന് ശേഷം ദഅൽ ഖലീഫ ബിത്തിഫ്ൽ, അല്ലെ, ആ കുട്ടികളെ വിളിച്ചു. ദഅൽ ഖലീഫ വിളിച്ചു. ബിത്തിഫ്ലി വഅസ്ദിഖാഹി, സദീഖ് എന്നതിൻ്റെ ജംആണ് അസ്ദിഖാ, സദീഖ് അസ്ദിഖാ. അപ്പോൾ ആ കുട്ടിയെയും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരെയൊക്കെ ഖലീഫ തിരിച്ച് വിളിച്ചു. ഇലൽ ഖസ്ർ, ഇവിടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. വകറമഹും, എന്നിട്ട് അവരെ ആദരിച്ചു. കറമ എന്ന് പറഞ്ഞാൽ ആദരിക്കുക, അവരെ ആദരിച്ചു. വഖദ്ദമ ജായിസത്തൻ, അതുപോലെ തന്നെ ജായിസത്തൻ ഖാസത്തൻ, എന്താണ് ജായിസത്തൻ ഖാസൻ, ഒരു പ്രത്യേക ഗിഫ്റ്റ്. ജായിസത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനം, അല്ലേ, ഖാസത്തൻ പ്രത്യേക സമ്മാനം സമർപ്പിക്കുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. ആർക്ക്? ലിൽ ഖാദി അസ്സഗീർ അദ്ദക്കി, അല്ലെ, ദക്കി, ഈ സ്മാർട്ടായ അല്ലെങ്കിൽ ബുദ്ധിമാനായ അസ്സഗീർ, ചെറിയ ഖാദിക്ക്, ചെറിയ ന്യായാധിപന്, ജഡ്ജിന് സമ്മാനം കൊടുക്കുക കൂടി അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇതാണ്
കഥ. So let's wind up. This is the end of this story. Thank you. Next, let's go through the tadribat, the exercises, tasks. So here نراجع النص ونصل الشخصيات المحاورات. Some sayings or some quotes are given here. Means the pieces of fragments of conversation, some words of the people who were in this this story. Was shakhsiyat means the personalities. So we are supposed to match towards the right. Okay, at-tajir, al-qadi, al-jar, at-tfal, everything okay has come in the chapter. So you are supposed to arrange them. ഇപ്പോൾ ഇവിടെ എന്താണ് മാച്ച് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പാഠഭാഗത്ത് വന്നത് തന്നെയാണ്, അത് ശരിയായത് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക, അതാണ്. നെക്സ്റ്റ് മൂന്നാമത്തത് നോക്കാം. نقرأ الجمل ونلاحظ التراكيب تحتها خط. نقرأ الجمل, let's read the sentences. ونلاحظ التراكيب وتحتها خط, and let's analyze or note the structures. تحتها خط, let's note down the words which are underlined. അപ്പോൾ അടിവരയിട്ട, ആദ്യം ഇത് സെൻറ്റൻസുകൾ വായിക്കുക, അടിവരയിട്ട ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, അസമ അത്താജിറു അല ഇദാ ഇൽ ജറത്തി ഇൻദൽ ജാർ, അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദി അണ്ടർലൈൻ വേർഡ്സ് ഓൺലി. അസമ പ്ലസ് അല, ഇറ്റ് മീൻസ് ഡിസൈഡഡ്. ഓക്കെ, ഇപ്പോൾ തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിച്ചു, അസമ എന്നതിൻ്റെ കൂടെ എപ്പോഴും എന്ത് വരും, അല എന്നുള്ള ഹർഫ് വരും. ഓക്കെ, so as in English we have phrasal verbs, we have phrasal verbs in Arabic also, like azama ala. Okay, ala is a harf. So it follows the verb azama. Okay, next asra'a ila. Okay, asra'a ila means to be quick. Okay, to be quick. ഇപ്പോൾ പെട്ടെന്ന് കുതിക്കുന്നതിനാണ് അസ്ര ഇല എന്ന് പറയുക. അപ്പോൾ അസ്ര എന്ന ഫേലിൻ്റെ കൂടെ ഇല വരും. ഓക്കെ, നെക്സ്റ്റ് ഇഖ്തറബ അൽ ഖലീഫത്തു മിനൽ അത്ഫാൽ. അപ്പോൾ ഇഖ്തറബ എന്നതിൻ്റെ കൂടെ മിൻ വരും, അല്ലേ, അടുത്തു. സോ ഇഖ്തറബ പ്ലസ് മിൻ മീൻസ് അപ്രോച്ച്. സോ ജസ്റ്റ് നോട്ട് ദീസ് വേർഡ്സ്, സെൻറ്റൻസസ്, phrasal verbs. نستعمل الكلمات. Okay, so the same words are repeated here, so you are supposed to fill in the blanks or make the sentences. Okay, അപ്പോൾ താഴെ 3 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്, മുകളിൽ കൊടുത്തതുപോലെ അടിവരയിട്ട 3 വാക്കുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സെൻറ്റൻസുകൾ തയ്യാറാക്കാം. നെക്സ്റ്റ്, نقرأ الفقرة ونكتشف من النص الكلمات والمرادفات للألفاظ المسطرة. So a paragraph is given there below, so we are supposed to read the paragraph carefully and we should find out the synonyms for the underlined words. ഇപ്പോൾ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ചിട്ട് അടിവരയിട്ട പദങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് പര്യായ പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താണ് വേണ്ടത്. സോ ലെറ്റ്സ് റീഡ് the words. The first one, dhahaba means went. So the synonym is raha. അല്ലേ, ദഹബ എന്നതിൻ്റെ പര്യായപദമാണ് റാഹ. പാഠഭാഗത്ത് വന്ന പര്യായപദം റാഹ എന്നാണ്, പോയി. നെക്സ്റ്റ് റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. ഓക്കെ, റജ മീൻസ് കെയിം ബാക്ക് ഓർ റിട്ടേൺഡ്. ദ സിനോണിം ഈസ് ആദ. ഓക്കെ, ദ സിനോണിം ഈസ് ആദ, ഐന് അലിഫ് ദാല്, ആദ. ഓക്കെ, ആദ മടങ്ങി എന്നാണ് അതിനർത്ഥം.
Next, harvala. Harvala. The synonym is asra'a ila. Harvala ila. Synonym is harvala ila. അപ്പോൾ ഹർവല ഇലൽ ജാർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പര്യായ പദമാണ് അസ്രാ ഇല. അല്ല, നമ്മൾ പറഞ്ഞല്ലോ കുതിച്ചു. സോ ഫാസ്റ്റൻ. നെക്സ്റ്റ്, വഖ്തിൻ ഖലീലിൻ. വഖ്തിൻ ഖലീലിൻ. ദ സിനോണിം ഈസ് ബുർഹത്ത്. ഓക്കെ, ബഅദ ബുർഹത്ത്. ബഅദ വഖ്തിൻ ഖലീൽ. ദ സിനോണിം ഈസ് ബഅദ ബുർഹത്ത്. ഇപ്പോൾ ഇവിടെ വഖ്തിൻ ഖലീലെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പര്യായം എന്താണ്? ബുർഹത്ത് അല്ലേ, ഒരല്പസമയം അല്ലേ. ബുർഹത്ത് മീൻസ് മൊമെൻറ്റ്. നെക്സ്റ്റ്, സബ്ബ. സബ്ബ. ദ സിനോണിം ഈസ് ദലഖ. ദലഖ. ഓക്കെ, ഇറ്റ് മീൻസ് pour down അല്ലേ, ഒഴിക്കുക, കമഴ്ത്തുക എന്നതിനാണൊക്കെ സബ്ബ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ്, a Quranic verse is given there. It's regarding the justice, okay, being justice. So just you can recite or read it out afterwards. ഇപ്പോൾ ഇവിടെ അതല്ലെങ്കിൽ നീതിയുമായി ബന്ധപ്പെട്ട ആയത്താണ് കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങൾ വായിക്കും. അതുപോലെ ഹദീസ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ചെക്ക് ദി ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ആയത്തുൽ മുനാഫിഖി സലാസുൻ. ആയത്തുൽ മുനാഫിഖി, the symbol of an hypocrite. Okay, the symbol of the hypocrite are 3. Okay, are 3. അപ്പോൾ മുനാഫിഖ് അതായത് കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 എണ്ണമാകുന്നു. ഇദാ ഹദ്ദസ കദബ. once he talks something കദബ, he'll lie. Okay, once he talks something he'll tell lie. He tells lie. ഇപ്പോൾ ഒന്നാമത്തെ അടയാളം എന്താണ്? അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ കളവ് പറയും. അതാണ് മുനാഫിഖിൻ്റെ അല്ലെങ്കിൽ കപടവിശ്വാസിയുടെ ഒന്നാമത്തെ ലക്ഷണം. അടുത്ത ലക്ഷണം വഇദാ വഅദ അഖ്ലഫ. വൺസ് ഹി പ്രോമിസ്ഡ് ഹി ബ്രേക്സ് ഇറ്റ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യും? അവൻ വാഗ്ദാനം കൊടുത്താൽ, സത്യം പറഞ്ഞാൽ വാഗ്ദാനം കൊടുത്താൽ എന്ത് ചെയ്യും? അഖ്ലഫ, അവനത് ലംഘിക്കും. വഇദാ തുമിന ഖാന. once he believed somebody or in something, khana, he cheats. ഓക്കെ, അവനെ വിശ്വസിച്ച് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തും, പക്ഷെ അവൻ എന്ത് ചെയ്യും? ഖാന, അവനെന്ത് ചെയ്യും? വഞ്ചിക്കും. അങ്ങനെ ചെയ്താൽ. സോ ദീസ് ആർ ദി സൈൻസ് ഓഫ് എ ഹിപ്പോക്രൈറ്റ്. അപ്പോൾ ഇത് ഒരു കപടവിശ്വാസിയുടെ 3 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ താഴെ നസ്തഖ്റിജു മിനൽ. ഓക്കെ, അപ്പോൾ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുകളിൽ തന്ന ആയത്ത് അതുപോലെ തന്നെ ഹദീസ്, അത് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. താഴെ അദാ സ്വലവാത്തുൽ ഖംസ് അല്ലേ, 5 നേരം നമസ്കരിക്കുക, അത് നിർവഹിക്കുക. അതുപോലെ തന്നെ റദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹ, അവരുടെ അവകാശികൾക്ക് അല്ലേ, അമാനത്തുകൾ അവരുടെ അവകാശികൾക്ക്, അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കുക. അദാ ഉൽ ഹജ്ജ് നിർവഹിക്കുക. അൽ അദലു ബൈന നാസ്, ജനങ്ങൾക്കിടയിൽ നീതി കാണിക്കുക. തസ്കിയത്തു നഫ്സ് അതായത് തസ്കിയത്തു നഫ്സ് അതായത് സംസ്കരണം, അതല്ലെങ്കിൽ ആത്മസംസ്കരണം. നെക്സ്റ്റ് തജന്നുബു മിനൽ കദിബി വൽ ഖിയാന, വഞ്ചനയും അതുപോലെ കളവും ഉപേക്ഷിക്കുക. നെക്സ്റ്റ് അൽ ഹിഫാദു അല നദാഫത്തുൽ ജസദ്, ശരീരശുദ്ധി പുലർത്തുക. അപ്പോൾ ഇതൊക്കെ പോയിൻറ്റ്സാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ ഖുർആനിക ആയത്ത് അതുപോലെ തന്നെ താഴെ കൊടുത്ത ഹദീസ്, ഇതിൽ രണ്ടിലും വന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. Okay, so these are some points given there. Ada'u salawatul khams means performing 5 times prayers. Raddul amanat ila ahliha means returning back the properties of the people. Ada'ul hajj, performing the pilgrimage hajj. Al-adlu bayna nas, showing justice between the people or towards the people. Tazkiyatun nafs, soul
purification. التجنب من الكذب والخيانة, giving up the cheating and al-kadhib means the lying. الحفاظ على نظافة الجسد, maintaining body cleanliness. So these are some points given there. So about these points, we can see the a verse from the Quran and a hadith. So whatever things are mentioned in the hadith and the Quranic verse, select only those things. Just tick on the right points. Okay, so do it yourself. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യുക. നെക്സ്റ്റ്, نراجع النص ونكتشف التالية. Let's revise the chapter and find out the following. Okay, so some hints are given here. You are supposed to answer to those things. Find out the answers or for the points. ഇപ്പോൾ ഇവിടെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്, ചില ഹിൻസുകൾ, ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഥ, നമ്മൾ പഠിച്ച കഥ അൽ ഖാദി അസ്സഗീർ എന്നുള്ളതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറയുക. ഫസ്റ്റ് വൺ, ഇസ്മുൽ ഖിസ്സ അല്ലേ, നെയിം ഓഫ് ദി സ്റ്റോറി, ഇതിൻ്റെ പേര്, കഥയുടെ പേരെന്താണെന്ന് പറയാം, നിങ്ങൾ തന്നെ ചെയ്യുക. നെക്സ്റ്റ്, ദ ഫസ്റ്റ് വൺ, ലുക്ക് അറ്റ് ദി above part. Az-zaman means the time which it was occurred. Okay, in which era or which age it was occurred or this story was happened. ഇപ്പോൾ ഏത് കാലത്താണ് ഇത് നടന്നത് അത് പറയാം, അതാണ് അസമാൻ. നെക്സ്റ്റ്, അൽ മക്കാൻ, ഇൻ വിച്ച് പ്ലേസ്. ഓക്കെ, ഏത് സ്ഥലത്ത് വെച്ചാണ് അത് നടന്നത്. നെക്സ്റ്റ്, അശഖ്സിയാത്ത്, ദി പേഴ്സണാലിറ്റീസ്, ആരൊക്കെയായിരുന്നു ഇവിടെ, വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു. നെക്സ്റ്റ്, അൽ മബ്ഹത്ത്. അൽ മബ്ഹത്ത് മീൻസ് ദ തീം ഓഫ് ദി സ്റ്റോറി. ഓക്കെ, മബ്ഹത്ത്. ഇപ്പോൾ മബ്ഹത്ത് ഉദ്ദേശിക്കുന്നത് ഈ കഥയുടെ ഒരു ഉള്ളടക്കം എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ്, അൽ ഇബ്റത്ത്. വാട്ട് ഈസ് ദി ലെസൺ ഫ്രം ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. നെക്സ്റ്റ്, ശഖ്സിയത്തുൻ മുഅ്ജിബത്തുൻ, the astonished personality. Okay, the person who astonished you most. ഇപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിത്വം അല്ലെ, ആരാണ് ആ വ്യക്തി എന്നുള്ളതും കൂടി എഴുതാം. സോ ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ അത് നിങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് ചെയ്യാം ഓരോ കാര്യങ്ങളും. ശരി. നെക്സ്റ്റ്, ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ആൻഡ് if there is a false answer, you are supposed to correct it. ഇപ്പോൾ ഇവിടെ തെറ്റ് ശരിയാണ്, അത് തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കുക, തിരുത്തുക വേണം. ഫസ്റ്റ് വൺ, അൽ ജാറു ഹുവ സാഹിബുൽ ജറത്തി. അൽ ജാറു, ജാർ മീൻസ് the neighbor is the owner of the pot. ഓക്കെ, അയൽവാസിയാണ് എന്താണ് ഈ ജറത്തിൻ്റെ, അതായത് ഈ മൺകുടത്തിൻ്റെ ഉടമസ്ഥൻ. ഓക്കെ, നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ്, അഖദ അൽ ജാറു അസ്സൈതൂന ലിസൗജതിഹി ഫഖത്ത്. അഖദ അൽ ജാറു, ദി നെയ്ബർ took the olive, zaytun, he took the olive lizawjati, for his wife, faqat, only. So he took the olive only for his wife. രണ്ടാമത്തത്, അഖദൽ ജാറു സൈത്തൂൻ, അയൽവാസി ഒലീവ് എടുത്തു, ലി സൗജത്തിഹി ഫഖദ്, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഒലീവ് എടുത്തത്. ശരിയോ തെറ്റോ എന്നുള്ളത് എഴുതുക. നെക്സ്റ്റ്, ഇഅ്തറഫൽ ജാറു ദംബഹു. ഇഅ്തറഫൽ ജാറു ദംബഹു, ദി നെയ്ബർ conceded or he acknowledged his offense. وَرَدَّ الْحَقَّ إِلَى التَّاجِرِ, and he returned the property to the seller or the businessman. ഇപ്പോൾ എന്താണ്, ഇഅ്തറഫൽ ജാറു ദംബഹു, തൻ്റെ കുറ്റം അദ്ദേഹം സമ്മതിച്ചു. ആര്? ജാർ, അതായത് അയൽവാസി തൻ്റെ കുറ്റം സമ്മതിച്ചു. അത് പോരാതെ വറദ്ദൽ ഹഖ ഇല താജിർ, അദ്ദേഹത്തിൻ്റെ ആ അവകാശം, മീൻസ് ആ സ്വത്ത്
താജറിന്, അതായത് കച്ചവടക്കാരനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. സോ ട്രൂ ഫോൾസ്, അത് ശരിയാണെങ്കിൽ അങ്ങനെ എഴുതാം, തെറ്റാണെങ്കിൽ തെറ്റ് നീട്ടിയിട്ട് തിരുത്തുക. അത് നെക്സ്റ്റ്, ദക്കാഉൽ ഖാദി അസ്സഗീർ സബബുൻ ലിദുഹൂറിൽ ഹഖ്. ഓക്കെ, ദ റീസൺ ബിഹൈൻഡ് ദ ട്രൂത്ത് പ്രിവീൽഡ് ഈസ് ദക്കാഉൽ ഖാദി, ദ ബ്രില്യൻസ് ഓഫ് ദി സ്മോൾ ജഡ്ജ്. ഓക്കെ, ഇപ്പോൾ നാലാമത്തെ എന്താണ്? ദക്കാഉൽ ഖാദി അസ്സഗീർ, അതായത് ചെറിയ ജഡ്ജ്, ചെറിയ ന്യായാധിപൻ, ആ കുട്ടി ന്യായാധിപൻ, അവൻ്റെ അവൻ്റെ ഒരു ബുദ്ധിശക്തിയാണ്, അതാണ് കാരണമായതെന്ത്? ലിദുഹൂറിൽ ഹക്ക്, സത്യം മനസ്സിലാക്കാൻ, വെളിപ്പെടാൻ അതാണ് കാരണമായത്. ഓക്കെ, നെക്സ്റ്റ്, ഔദ അത്താജിർ അൽ ജറത്ത ഫഇദാ കുല്ലുഹാ സൈത്തൂൻ. ഔദ താജർ ഔദ അത് ഏൽപ്പിച്ചു, ഡെപ്പോസിറ്റ് ചെയ്തു, അൽ ജറത്ത മൺകുടം ഏൽപ്പിച്ചു, അവിടെ നിക്ഷേപിച്ചു. ഫൈദ കുല്ലുഹ സെയ്ത്തൂൻ, അപ്പോൾ എന്തായിരുന്നു? അതിൽ മൊത്തം സെയ്ത്തൂൻ, ഒലീവായിരുന്നു. മനസ്സിലായി? ആ ഏൽപ്പിച്ച സമയത്ത് മൊത്തം സെയ്ത്തൂനായിരുന്നു. അത് തെറ്റാണെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ ശരിയാണ്. ഔദ താജിർ, ദി താജിർ മീൻസ് ദി ബിസിനസ് മാൻ, ദി സെല്ലർ, ഡെപ്പോസിറ്റഡ് അൽ ജറത്ത, ദി പോട്ട്. ഫൈദ കുല്ലുഹ സെയ്ത്തൂൻ, there he could find all those things were zaytun, means the olives. So true or false? Write the proper thing. So next, page number 68. نقرأ الفقرة التالية. Okay, let's read the following paragraph. ونلاحظ الكلمات الملونة, and let's note down the colored words. Okay, colored words or highlighted words. ونستخرج من النص الكلمات المماثلة, and let's bring out the synonyms or the similar words from the chapter. ഇപ്പോൾ താഴെ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ താഴെ കൊടുത്ത പാരഗ്രാഫ് വായിച്ചിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ, അല്ലേ, കളർഡായിട്ടുള്ള വാക്കുകൾ, നിറം കൊടുക്കപ്പെട്ട വാക്കുകൾ എന്ത് ചെയ്യുക, അതിന് വിപരീതമല്ല, അതിന് മറ്റൊരു പദം കൊണ്ടുവരിക. മനസ്സിലായി? കൊടുത്ത പ്രയോഗങ്ങൾക്ക് പകരമായിട്ട് പാഠത്തിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഓക്കെ, സോ അത് നിങ്ങൾ കണ്ടെത്തുക. ലാസ്റ്റ് വൺ, നഖ്റഉൽ ഖിസ്സത അത്താലിയത വനുകമ്മിലുഹാ ബിവളഇ ഹുറൂഫിൽ ജർരി മിനൽ മുറബ്ബഅ. Okay, so let's read the following story, and let's complete the story with al-huruf al-jar, means with the huruf, means the given hints. So some words are given, so let's fill the blanks with the prepositions. Okay, with huruf al-jar, like ila, fi, li, min, ala. So first one, yawman shahada usfurun. Yawman, one day, shahada usfurun namlatan taghraqu fi nahar. Taghraqu, the first answer is fi. Okay, taghraqu fi nahar. Yawman, one day, shahada usfur, sparrow saw namlatan, an ant, taghraqu, it was drowned fi nahar, in a river. So the first answer is fi. Next, fasha'ara al-huzn. Fasha'ara, so the one thing is missing here, so it's fasha'ara bil huzn. Fasha'ara bil huzn. Okay, just add ba with those prepositions. Okay, so fasha'ara bil huzn. ഇപ്പോൾ ഒരു ദിവസം എന്താണ്, നംലത്ത് മുങ്ങുന്നതായിട്ട് അവർ എന്താണ്, ഉസ്ഫൂർ, ഒരു കുരുവി കണ്ടു. ഒരു കുരുവി ഒരു എന്താണ്, ഒരു നദിയിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ മുങ്ങിപ്പോകുന്നതായിട്ട്
ഉസ്ഫൂർ കണ്ടു, അതായത് കുരുവി കണ്ടു. അപ്പോൾ ഒന്നാമത്തത് ഫി നഹർ. ഓക്കെ, ഫി നഹർ. അതുപോലെ ഫശഅറ ബിൽ ഹുസ്ൻ എന്നാണ്. ഫശഅറ ബിൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ഫശഅറ ബിൽ ഹുസ്ൻ, അതായത് അവർക്ക് ദുഃഖം അനുഭവപ്പെട്ടു എന്നാണ്. ഫശഅറ ബി അനുഭവപ്പെട്ടു, അൽ ഹുസ്ൻ അവർ ദുഃഖിച്ചു എന്നർത്ഥത്തിൽ. അപ്പോൾ രണ്ടാമത്തത് ബ. ഓക്കെ, സോ ദി സ്പാരോ ഫെൽറ്റ് the grief, or the sparrow was upset, worried about it. ففكر dash حيلة, ففكر في حيلة. okay, ففكر في حيلة. so it thought on or about an idea. okay, it thought about an idea. അപ്പോൾ ഒരു ഐഡിയ എന്താണ്, പെട്ടെന്നൊരു ഐഡിയ കണ്ടെത്തി. ഉസ്ഫൂർ ഒരു ഐഡിയ കണ്ടെത്തി. എന്താണത്? വഅൽഖ വറഖതൻ ഫിൽ മാ, വഅൽഖ വറഖതൻ ഇലൽ മാ, സോറി, വഅൽഖ വറഖതൻ ഇലൽ മാ. ആ കുരുവി എന്ത് ചെയ്തു? വറഖതൻ ഒരു കടലാസ് എന്ത് ചെയ്തു? ആ മാ ഇല വെള്ളത്തിലേക്ക് ഇട്ടു. ഓക്കെ, സോ ഇറ്റ് ജസ്റ്റ് പുട്ട് ഡൗൺ a paper إلى الماء, in the water. فصعدت على الورقة. so the ant صعدت, it ascended or it mounted up al-warqa, on the paper. it ascended the paper. അപ്പോൾ ആ ഉറുമ്പ് എന്ത് ചെയ്തു? പേപ്പർ ഇട്ട് കൊടുത്തപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് കയറി. വനജത്ത് ഡാഷ് അൽ ഖറഖ, വനജത്ത് അൽ ഖറഖ് അല്ലേ? ഖറഖ് മീൻസ് മുങ്ങുക അല്ലേ? ടു ഡ്രോൺ ഇൻസൈഡ്. ഓക്കെ, drowned. വനജത്ത് and it escaped, or it escaped means the namlat, means the ant escaped min al-gharaq. okay, min al-gharaq, from being drowned in the water. അപ്പോൾ ആ മുങ്ങുന്നതിൽ നിന്ന് എന്ത് ചെയ്തു? അത് ആ ഉറുമ്പ് രക്ഷപ്പെട്ടു. ഓക്കെ, ഫശക്കറത്തിൻ നംലത്തു അലൽ ഉസ്ഫൂർ, ഫശക്കറത്തിൻ നംലത്തു അലൽ ഉസ്ഫൂർ. so the ant thanked, the ant showed gratitude. the ant showed gratitude. it thanked alal usfur, it thanked upon the sparrow. فشكرت النملة للعصفور. okay, فشكرت النملة للعصفور. so the ant thanked to the sparrow. okay, അങ്ങനെ എന്ത് ചെയ്തു? നംലത്ത് ഉസ്ഫൂറിനോട് നന്ദി പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് അല ഇഹ്സാനിഹി, ഫോർ ദി ഗുഡ്നസ്. ഓക്കെ, അല ഇഹ്സാനിഹി, ഫോർ ദി ഹെൽപ്പ്, ഫോർ ദി ഗുഡ്നസ്, എന്തിന്? സഹായിച്ചതിൽ നന്ദി പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് വൺ അല. സോ ദാറ്റ്സ് ദ ചാപ്റ്റർ. hope you understood everything you have done, and don't forget to complete the exercises. അപ്പോൾ ബാക്കിയുള്ളത് ചെയ്യാനുള്ളത് പൂർത്തിയാക്കുക ടെക്സ്റ്റിൽ നോക്കിയിട്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.